ഹലോ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് ഒരു സാൻഡ്വിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരിചയപ്പെട്ടത് വെജിറ്റബിൾ സാൻഡ്വിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് മയോനൈസും മുട്ടയും വെച്ചിട്ട് ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മയോനൈസും മുട്ടയും വെച്ചിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടാലോ? അതുപോലെ തന്നെ നമ്മുടെ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പുഴുങ്ങിയ മുട്ട ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാ നോക്കൂ, ഈ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ഉടച്ചെടുത്ത മുട്ടയിലേക്ക് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തത്, മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളക് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ. അടുത്തതായി പ്രധാന ഇൻഗ്രീഡിയൻ്റായ മയോനൈസ് 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെ ഇനി സാൻഡ്വിച്ച് ആക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നല്ല രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിങ് എല്ലായിടത്തും നല്ലതുപോലെ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ബ്രെഡ് സ്ലൈസ് എടുത്ത് വെക്കുക. ഇനി കൈ കൊണ്ട് പതുക്കെ ഒന്ന് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ സാൻഡ്വിച്ച് നമുക്ക് 2 രീതിയിൽ സെർവ് ചെയ്യാവുന്നതാണ്. ഒന്ന് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം കഴിക്കാവുന്നത്. രണ്ടാമത്തേത് നമുക്കൊരു ഫ്രൈയിങ് പാനിലോ ഗ്രില്ലിലോ വെച്ചിട്ട് ബട്ടർ ഒന്ന് ചെറുതായി പുരട്ടിയതിന് ശേഷം ടോസ്റ്റ് ചെയ്തും കഴിക്കാവുന്നതാണ്. ഇത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആദ്യമായി ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ നമുക്ക് പുരട്ടി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദോശ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ടോസ്റ്റ് ചെയ്ത ബട്ടർ അടിയിൽ വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം. ഈ കമഴ്ത്തി വെച്ച് കൊടുത്ത അടിഭാഗം ഒന്ന് ടോസ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് മേൽഭാഗത്ത് ബട്ടർ തേച്ച് കൊടുക്കാം. മേൽഭാഗത്ത് ബട്ടർ തേച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സാൻഡ്വിച്ച് ഒരുപാട് നേരം ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം 30-40 സെക്കൻഡ് നേരം ടോസ്റ്റ് ചെയ്താൽ മതി. ഏകദേശം ബ്രെഡിൻ്റെ കളർ ഒന്ന് ബ്രൗൺ ആയി വരുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വലിയ ബ്രെഡാണെങ്കിൽ ഇതിൻ്റെ സൈഡ് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് വലിയ ബ്രെഡല്ല, ചെറിയ ബ്രെഡായതുകൊണ്ട് ഞാൻ സൈഡ് പോർഷൻ ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ വെജിറ്റബിൾ സാൻഡ്വിച്ച് കട്ട് ചെയ്തതുപോലെ ത്രികോണ ഷേപ്പിലാണ് എഗ്ഗ് സാൻഡ്വിച്ചും കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ടാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് വീണ്ടും എങ്ങനെയാണ് ഒരു എഗ്ഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയതെന്ന്. വളരെ പെട്ടെന്നാണ് വെജിറ്റബിൾ സാൻഡ്വിച്ച് നമ്മൾ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെയാണ് എഗ്ഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.